എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫാൻസ് മീറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു മൊമെൻ്റ്, ഈ ഒരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി ചെയ്തൊരു ഹാഫ് ഡേ എടുത്ത് വന്നത് അവരെയൊക്കെ കാണാനായിട്ട്. ഈ അനീഷുമാരെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഈ ഹണീബി കഴിഞ്ഞ ചേരത്ത് അവർ തന്നൊരു ഊർജ്ജമുണ്ട്. അവരുടെ പറയുകയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ കുറച്ച് പേരെ ഞാനിവിടെ കണ്ടു. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദ ഫാർമിയെ. ആ ഗ്രൂപ്പുകൾ, നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിൻമെന്റ്സ്, അത് കഴിഞ്ഞൊരു ഹിറ്റ്, ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൈ വരുമ്പോൾ എനിക്കായിരുന്നു നമ്മളടിക്കും, അടുത്ത പടം അടിക്കും, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ് ചെയ്തു. അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ പോലീസ് സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോലീസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് വരുന്നു, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാനായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നതിന്? എന്താണെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ ത്രില്ലർ സിനിമകളാണ്. പോലീസ് വേഷങ്ങൾ ഞാൻ തലവന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണിത്. ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് വീണ്ടും പോലീസ് വേഷം ചെയ്തത്. അപ്പം അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി തോന്നുമല്ലോ. എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ്. ഇനി ഉടനെ ഒരു പോലീസ് വേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. താങ്ക് യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ പേര് അഞ്ജന. ഞാൻ ഭാരത് മാതാ കോളേജിലെ ചെയർപേഴ്സൺ ആണ്. സോ ഞങ്ങളുടെ കോളേജിൽ വന്നതിന് ആദ്യം തന്നെ ആസിഫിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഫാൻസ് മീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. അഞ്ജനയ്ക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. ഞാൻ അതായത് സിനിമയിൽ വരുന്ന സമയത്ത്, സിനിമയിൽ വന്ന സമയത്ത് സിനിമാ നടനുള്ള പേരുമാവും, കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരും. ഇപ്പൊ നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, നടന്ന് തന്നെ പോണം പല സ്ഥലങ്ങളിലേക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് എൻ്റെ അങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല. അപ്പൊ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് മാതയിൽ നിന്നാണ്. അപ്പൊ ഞാൻ അന്ന് ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ കുറച്ച് ചെലവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, ട്രാവൽ എക്സ്പെൻസ് ഞങ്ങൾ മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്ത് എൻ്റെ റൂമിലാണ്. അവിടെ ഞാൻ ഈ 20,000 rupees ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാൻ ഒരു കാർ റെന്റിന് എടുത്തിട്ട് ഭാരത് മാതയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിനെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും ഡീൽ ചെയ്യാറ്. എപ്പോൾ നോക്കിയാലും ഒരു കുടുംബത്തെ പോലെ കണ്ട് എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുത്ത് കൊടുക്കാറുള്ളത്. അതെങ്ങനെയാണ് ഇക്കാനെ കൊണ്ട് സാധിക്കുന്നത്? പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹെയ്റ്റ് കമന്റ്സ് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കാര്യം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ചിലപ്പോൾ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അല്ലാതെ ഭയങ്കര പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ, കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ഇവന്റ് കഴിഞ്ഞ് വന്ന ഭാരത് മാതാ സ്റ്റുഡൻസിന് ഒരുപാട് 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 താങ്ക്സ്. ഞാൻ മലപ്പുറം മഞ്ചേരിയാണ്. പറയൂ. ഓർമ്മ ഉണ്ടാവും, നമ്മള് കാലിക്കറ്റത്ത് കണ്ടിരുന്നു. ഫാമിലി കണ്ട് വന്നിരുന്നു. ശരി, ഫോട്ടോ ഒക്കെ എടുത്ത് പോയി നമ്മൾ. അപ്പോൾ ആസിഫിക്ക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 പോലീസ് വേഷത്തെ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പോലീസ് വേഷമാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ സിനിമ ഉള്ളത്? അതായത് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ത്രില്ലർ മൂഡായിട്ടാണ് തോന്നിയത്. ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത്. പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോൾ, ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെന്റ് ആകുമ്പോൾ ഉള്ള ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ തലവനിൽ ചെയ്തതിനേക്കാളും കൂമലിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ
അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം ഈ പോലീസുകാരനുണ്ട്. അപ്പൊ അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ എനിക്കറിയില്ല, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്യത്യസ്തത ഫീൽ ചെയ്തുണ്ട്. 2024 പോലെ തന്നെ 2025 ഞങ്ങളെ ഫാൻസിനെ അഭിമാനിക്കുന്ന ഒരു വർഷമായിട്ട് ഒരു 50 കോടി ഉണ്ടോ എന്ന് ചോദിച്ച ഫാൻസുകാരുടെ മുന്നിൽ ഈ ഭാഷ 50 കോടിയാണ്. അതുകൊണ്ട് ഈ വർഷം ഒരു 100 കോടി ക്ലബിൽ നമ്മൾ കയറുന്നത് ഞങ്ങൾ ഫാൻസുകാർ വിശ്വസിക്കുന്നു. ക്ലബിൽ കയറിയില്ലെങ്കിൽ അത് ടിക്കറ്റാക്കയിൽ ഞങ്ങൾ കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളി തന്നിട്ട് പോവുകയാണല്ലേ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടത്തെ ആക്ച്വലി ഇക്ക കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇക്കാന്റെ താന ചേർന്ന കൂട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഇവര് തരുന്ന ഈ ഒരു സ്നേഹം ഓഫ് കോഴ്സ് ആ ഒരു ലവ് ഉണ്ടാകും. ബട്ട് അറ്റ് ടൈംസ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ആണ്. അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ. ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും പേര് നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമന്റ്സും പല ചീത്തവിളികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത്. അപ്പൊ അത് വേണം. ഇങ്ങനെ ഒരു കൂട്ടം എല്ലാവരുടെയും പുറകിലുണ്ടാവണം. അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും വലിയ ഫ്രണ്ട്സും ഉണ്ട്. അതാണ് എന്റെ ധൈര്യം. ഇങ്ങനെ എല്ലാത്തിനും കൈയടിക്കണമെന്നില്ല, അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൈയടിച്ചാൽ മതി. ഇനി അടുത്തത് ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? ഇതില് എന്തായാലും മറ്റേ ഇനി 6 എന്താണ് വേവോളം കാക്കാക്കി പിന്നെ 6 കാത്തൂടെ. മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ട്, മമ്മൂക്ക AI ആയിട്ട് വരുന്നുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയാം. All right. Appo, here's one more person to ask you a question. Hi.